മാസികയിൽ വന്ന ഒരു ആർട്ടിക്കിൾ നമ്മുടെ ആർമി ചീഫിന്റെ ആത്മകഥയിലെ അംശങ്ങൾ എടുത്തുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയാൻ അവകാശമില്ലേ? രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയല്ലേ? നന്ദി പ്രമേയം എന്തിനു വേണ്ടിയാണ് ചർച്ച ചെയ്യുന്നത്? രാഷ്ട്രപതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ സെക്യൂരിറ്റി പരമാധികാരവും സംരക്ഷിക്കുന്ന ഏറ്റവും മുന്നിലുള്ള സർക്കാരാണ് ഈ സർക്കാർ. അപ്പോൾ പരമാധികാരവും സെക്യൂരിറ്റിയും ഡിസ്കസ് ചെയ്യേണ്ട ഒരു നന്ദി പ്രമേയ ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചൈന അതിർത്തിയിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൌരവതരമായ ഒരു കാര്യം ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവിന് അവകാശമില്ല. പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് തുടരെ ഓഫ് ചെയ്യുക. ഏത് ജനാധിപത്യമാണിത്? നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ജനാധിപത്യത്തെ എല്ലാം കാട്ടിൽ പാർത്ത അമിത്ഷാ, ആഭ്യന്തരമന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ, പ്രധാനമന്ത്രി, പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ, അവരുടെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് രാഹുൽ ഗാന്ധിയെ എതിർക്കുകയാണ്. എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? ഒരു ന്യായീകരണവുമില്ല. ഇത് പാർലമെന്റിൽ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടത്?